പൂക്കുന്ന ചെടികൾക്കാണ് ഏറ്റവും ബെറ്റർ ആണല്ലേ. റോസിന്റെ അടിയിലൊക്കെ ഒഴിച്ചു കൊടുത്തല്ലോ പുഷ്പപ്രേമികളൊക്കെ വളരെ നല്ല റോസിനൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് സാധനം കേട്ടോ. പൂവൊക്കെ കമ്മല് തൂക്കിക്കൊണ്ടു. ഓക്കെ, ഇതുപോലത്തെ 10 പട്ട 1/2 ലിറ്റർ വെള്ളത്തിൽ ജ്യൂസാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് സംഭവം വേണ്ട. ആ കമോൺ, മസിലൊന്നും ഇല്ലേ? ആ, ഒരുത്തനെ പറിച്ചു. ഇത് ഗ്രോത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. നന്നായി തളിർക്കാനും ബ്രാഞ്ചസ് വരാനും അതുപോലെ തന്നെ പൂക്കുന്ന ചെടികൾക്ക് അല്ലേ അടിയിൽ ഒഴിച്ചു കൊടുക്കാനൊക്കെ വളരെ ബെറ്റർ ആണ്. ഓക്കെ, ഇതിന്റെ റേഷ്യോ വന്നിട്ട് 1 അടങ്ങിയിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ റിച്ച് അല്ലേ? നൈട്രജൻ റിച്ച് ആണ്. ഓക്കെ, അതുപോലെ തന്നെ മാഗ്നീഷ്യം, അയൺ, മാഗ്നീഷ്യം, അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഓഹോ, ഗൈസ്, അപ്പോൾ അച്ഛനും അമ്മ ഇതാ തൊടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇന്നൊരു സ്പെഷ്യൽ വളം ഉണ്ടാക്കി തരാമെന്നാട്ടോ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം അതെന്താണെന്ന്. അപ്പം നമ്മൾ വേറെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പം 20 ദിവസം ആവുന്നേ ഉള്ളൂ. അപ്പം അത് ആവാൻ ഇനി ഒരു 10-20 ദിവസം കൂടി എടുക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വേറൊരു സാധനം കാണിച്ചു തരാം. അമ്മ ചിരങ്ങ വറയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു ആദ്യം തന്നെ. അതാ കണ്ട. ആ കമോൺ, മസിലൊന്നും ഇല്ലേ? ആ, ഒരുത്തനെ പറിച്ചു. അടുത്തത് നെക്സ്റ്റ്. അതായോ? അതല്ലേ വലുത് കുറച്ചും കൂടെ ഉള്ളിലുള്ളത്. ആ, പക്ഷെ അത് അമ്മയ്ക്ക് എത്തില്ല. ഞാൻ പറിച്ചുതരാം. ഏയ് വേണ്ട വേണ്ട, ഞാൻ പറിച്ചുതരാം. അച്ഛനവിടെ വേറൊരു പരിപാടിയില്ല. ഇത് ഞാൻ പറിച്ചിട്ട് അമ്മേൻ്റെ കൈ കൊടുക്കാം. കണ്ണിയില്ലല്ലേ? ഇതാ പിടിച്ചു. കമ്മല് തൂക്കിക്കൊണ്ടു. ഓക്കെ, അപ്പോൾ 2 ചിരങ്ങ പറിച്ചു. അപ്പം ഇനി ഇത് ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്? ഒന്ന് രാജമാമയ്ക്ക്, ഒന്ന് അങ്ങോട്ട് അമ്പിളിയമ്മായിൻ്റെ അങ്ങോട്ട്, വേണുമാമേൻ്റെ അങ്ങോട്ട്. ആ, അങ്ങനെ എന്താ പറയുക, ഇപ്പം ഞങ്ങളൊന്ന് പറിച്ചു. ഞങ്ങൾക്ക് പിന്നെ ഒന്ന് തന്നെ ധാരാളമാണ്. അപ്പം അച്ഛാ, നമുക്ക് പരിപാടി തുടങ്ങിയാലോ? ഓക്കെ ഓക്കെ, ഒരു മാജിക്കൽ വളം കാണിച്ചു തരാം കേട്ടോ. അതായത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുക, എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളതൊക്കെ അച്ഛൻ കറക്റ്റായിട്ട് പറഞ്ഞുതരും. ഓക്കെ, അപ്പം അച്ഛൻ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ഈ കത്തി അമ്മ എൻ്റെ പോയി. ആ, അവിടെ നിന്നാ ചെയ്യുന്നു. ഓക്കെ, അച്ഛൻ പ്രിപ്പറേഷനിലാണ് അതിൻ്റെ. ഓക്കെ, എവിടെ നിന്നായാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം അച്ഛൻ പറഞ്ഞോളൂ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്ന്. ഫസ്റ്റ് മെയിൻ ഐറ്റം ഇതിൻ്റെ മുരിങ്ങയുടെ ഇല അരച്ചതാണ്. മുരിങ്ങയില ജ്യൂസ് ആക്കിയതാണ് കേട്ടോ കാണുന്നത്. ഓക്കെ, 10 പട്ട മുരിങ്ങയുടെ ഇതാ 1/2 ലിറ്റർ വെള്ളത്തിൽ 1/2 ലിറ്റർ വെള്ളത്തിൽ ഇതുപോലത്തെ 10 പട്ട 1/2 ലിറ്റർ വെള്ളത്തിൽ ജ്യൂസ് ആക്കി കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് സംഭവം തൈര്. 100 ml തൈര്. ഓക്കെ, ഒരു 100 ml തൈരും ഉണ്ട്. ഈ രണ്ടേ രണ്ട് ഐറ്റം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വളമാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അച്ഛൻ പറഞ്ഞുതരും. സെയാറ്റിൻ. ഓക്കെ, മുരിങ്ങയിലയിൽ അടങ്ങിയ സെയാറ്റിൻ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അപ്പോൾ അത് ഗ്രോത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. തളിർക്കാനും ബ്രാഞ്ചസ് വരാനും അതുപോലെ തന്നെ പൂക്കുന്ന ചെടികൾക്ക് അല്ലേ അടിയിൽ ഒഴിച്ചു കൊടുക്കാനൊക്കെ വളരെ ബെറ്റർ ആണ്. ഓക്കെ, ഇതിന്റെ റേഷ്യോ വന്നിട്ട് 1:10 ആണ്. ഓക്കെ, ഇത് ഒരു കപ്പിന് 10 കപ്പ് വെള്ളം നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാറ്റി വെക്കുമല്ലോ. 3 to 7 days മാറ്റി വെക്കും. 3 മുതൽ 7 ദിവസം വരെ നിങ്ങളിത് എടുത്ത് വെക്കണം കേട്ടോ. അടച്ച് ഭദ്രാക്കി വെക്കണം. അരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മുരിങ്ങയില ഉപയോഗിക്കാം. ഓക്കെ, മുരിങ്ങയില ഒരു 7 എന്നുള്ള ഒരു 10 days മാറ്റി 10 ദിവസം വെക്കേണ്ടി വരും അല്ലേ? അരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 ദിവസം കൊണ്ട് ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾ കാത്തിരിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, ബ്ലെൻഡ് ചെയ്യാനൊക്കെ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാം.
അതെ, ഇതിന് പകരം ഞങ്ങൾ പണ്ടൊരു വളം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ശീമക്കൊന്ന എന്ന് പറയാം ശീമക്കൊന്ന ഇലയുടെ ഒരു വളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചാനലിലുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അടങ്ങിയിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ റിച്ച് അല്ലേ? നൈട്രജൻ റിച്ച് ആണ്. ഓക്കെ, അതുപോലെ തന്നെ മാഗ്നീഷ്യം, അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഓഹോ. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ തൈര്, നമ്മുടെ ലാക്റ്റിക് ആസിഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല ബാക്ടീരിയനെ ഉണ്ടാക്കിയെടുക്കും. ഓഹോ കേട്ടോ. ഓക്കെ, അതിന്റെ മണ്ണിന്റെ ഘടനയൊക്കെ വളരെയേറെ സഹായിക്കുന്നു. ഓക്കെ, ഈ രണ്ട് ഐറ്റം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു 3 to 7 ഡേയ്സ് മാറ്റി വെക്കാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ത് തന്നെയായാലും വളങ്ങളായാലും നമ്മൾ രാവിലെയോ വൈകുന്നേരം യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. 1:10 റേഷ്യോയില് വെള്ളം. ഇതിപ്പോൾ നമ്മളിപ്പോൾ 1 ലിറ്റർ എടുത്തതിന് ഈ 1/2 ലിറ്റർ ഉണ്ടെങ്കിൽ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ 1/2 ലിറ്റർ ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര അതിന്റെ 10 മടങ്ങ് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ അല്ലേ? ഓക്കെ, അപ്പം അച്ഛനത് ഒഴിച്ചോളൂ അതിലേക്ക്. ഇത് ഞാൻ ഈ തൈര് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 3 മുതൽ 7 ദിവസം വരെ മാറ്റി വയ്ക്കുന്നു. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടികളിൽ 1:10 റേഷ്യോയിൽ ഒഴിച്ചു കടകളിൽ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതെ, അത്ര റെയർ സാധനമൊന്നുമല്ല, എല്ലാ വീട്ടിലും ഉണ്ടാവും. ഓക്കെ, കറി ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ എടുത്ത് പറിച്ചിട്ട് ഇതുപോലെ പൂക്കുന്ന ചെടികൾക്കാണ് ഏറ്റവും ബെറ്റർ ആണല്ലേ. റോസിന്റെ അടിയിലൊക്കെ ഒഴിച്ചു കൊടുത്തല്ലോ പുഷ്പപ്രേമികളൊക്കെ. റോസിനൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് സാധനം കേട്ടോ. പൂവൊക്കെ ഇങ്ങനെ സുടാന്നുണ്ടോ? നമ്മുടെ കറിവേപ്പിന്റെ അടിയിൽ ഈ അടിച്ചിട്ടില്ലല്ലോ, മുരിങ്ങയില വീണ് മുറ്റത്തിന് അടിച്ചിട്ട് അതിന്റെ അടിയിൽ ഒഴിച്ച് അതിന്റെ ഗ്രോത്ത് കാണിച്ചു കൊടുക്കണം. കറിവേപ്പില അല്ലേ? ഓക്കെ, ഞങ്ങൾക്ക് മാസം മുമ്പ് വെച്ചിട്ടുള്ളൂ. ഓഹോ, നല്ല കുട്ടപ്പനായി അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ കറിവേപ്പില കാണിച്ചു തരാം. ഓക്കെ, ചിരങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞു. അപ്പം മുരിങ്ങയില വെച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളമാണ് കേട്ടോ കാണിച്ചു തന്നത്. ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. ഓക്കെ.